നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 429 429. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം 28-ാം അധ്യായത്തിലെ 29-ാമത്തെ ശ്ലോകമാണ് ഇന്ന് പറയേണ്ടത്. അതിൽ ശ്ലോകം ഇങ്ങനെയാണ്: ഉപയേമേ വീര്യപണാം വൈദർഭീം മലയധ്വജ യുധി നിർജിത്യ രാജന്യാൻ പാണ്ഡ്യാ പരപുഞ്ചയാം. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം പറയണത്, പാണ്ഡ്യരാജ്യത്തിൽ ജനിച്ചവനും ശത്രുക്കളുടെ പുരങ്ങളെ ജയിക്കുന്നവനുമായ മലയധ്വജൻ യുദ്ധത്തിൽ രാജാക്കന്മാരെ ജയിച്ചിട്ട് പരാക്രമമാകുന്ന മൂലത്തോടുകൂടിയ വിദർഭപുത്രിയെ വിവാഹം ചെയ്തു. ഒരു സ്റ്റേറ്റ്മെൻ്റാണത് അല്ലേ. ഇനി അതിൻ്റെ ഭാവാർത്ഥം 2 പാരഗ്രാഫിനാണ് പറഞ്ഞത്. ലോകത്തിൽ മറ്റു രാജാക്കന്മാരെ യുദ്ധത്തിൽ ജയിപ്പാനുള്ള പരാക്രമം തികഞ്ഞിരിക്കുന്ന വീരനായ രാജാവിന് മാത്രമേ തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു കൊടുക്കുകയുള്ളൂവെന്ന് വിദർഭ രാജാവ് നിശ്ചയിച്ചു. ശത്രുക്കളെ ജയിപ്പാൻ സമർത്ഥനും പാണ്ഡ്യദേശത്തിൻ്റെ അധിപനുമായ മലയധ്വജൻ യുദ്ധത്തിൽ അന്യരാജാക്കന്മാരെ ജയിച്ച ശേഷം വൈദർഭിയെ വിവാഹം ചെയ്തു. പണ്ഡ എന്നാൽ വിശേഷകം, ജ്ഞാനം, പഠിപ്പ് എന്നിവ അവയുടെ അധിപൻ പാണ്ഡ്യൻ. പാണ്ഡ്യൻ എന്നുള്ള വാക്കിന് അർത്ഥം വിവേകം, ജ്ഞാനം, പഠിപ്പ് എന്നിവയാൽ കേമൻ. അപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യയിൽ ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലാണെന്ന് തോന്നുന്നു. അവിടുത്തെ അല്ലെങ്കിൽ കാശിയിലൊക്കെ ഈ കർമ്മം ചെയ്യുന്ന ആൾക്കാരെ എന്താണെന്ന് പറയുക, ഈ അർത്ഥം വരുന്ന പാണ്ഡ എന്നുള്ള സമൂഹത്തിലുള്ള ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഇത് ശബ്ദം എനിക്ക് അങ്ങനെ ഒരു ഓർമ്മ തരുന്നുണ്ട്. അപ്പോൾ അവരാരാ? ജ്ഞാനം, പഠിപ്പ്, വിവേകം. അപ്പോൾ ഈ 3 ഉണ്ടെങ്കിൽ പൂജ ചെയ്ത് മറ്റുള്ളവരുടെ വീക്ക്നെസ്സിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല എന്നുള്ളത് വേറൊരു കാര്യം. ആരാണ് സ്വജാതിയിലുള്ള മനുഷ്യജാതിയിലുള്ള സ്വന്തം സഹോദരി സഹോദരന്മാരെ ആധ്യാത്മിക പ്രകരണങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധിപ്പിച്ച് നിലനിൽപ്പിനുള്ളത് വാങ്ങാം എന്നുള്ളതല്ലാണ്ട് ഒരു നേരത്തെ ആഹാരത്തിന് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആഹാരത്തിനുള്ള കാശ് വാങ്ങാം ദക്ഷിണയായിട്ട്. അല്ലാതെ കണ്ട് ഭഗവാന്റെ ദാക്ഷിണ്യത്തിനെ വിറ്റ് നമ്മൾ തിന്നരുത്. വളരെ വ്യത്യാസമുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഏതൊരു കാര്യം വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യയെ അഭ്യസിപ്പിക്കാൻ നമ്മൾ കാരണഭൂതരായാൽ അതിൻ്റെ റിവാർഡ് നമ്മൾക്ക് കിട്ടുന്നത് ഈശ്വരനിൽ നിന്നാണ്. നമ്മൾ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുക എന്നുള്ളത് തന്നെ അവരവരുടെ നിലനിൽപ്പിന് അത് കാരണമായിരുന്നെങ്കിൽ നമുക്ക് ഇമ്മൻസ് പ്ലഷർ ആണ് കിട്ടുക. ആ ഇമ്മൻസ് പ്ലഷറാണ് ഈശ്വരൻ്റെ വരദാനം. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അതിൽ ഒരു കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. രജോ ഗുണപ്രധാനമായ ബുദ്ധിയോട് ചേരുന്നതിനാൽ ജീവന് ജന്മജരാ മരണാദികളുണ്ടാകുന്നതിനെ ഇതുവരെ വർണ്ണിച്ച ശേഷം സത്വഗുണപ്രധാനമായ ബുദ്ധിയെ ആശ്രയിക്കുന്ന ജീവൻ സംസാരമുക്തനായി ഭവിക്കുന്നതിനെ ഇതുമുതൽ 36 പദ്യങ്ങളാൽ വർണ്ണിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. 36 ശ്ലോകങ്ങളെ കൊണ്ടാണ്
എന്ത് പറഞ്ഞത്, സത്വഗുണങ്ങളെ നമ്മൾ ആശ്രയിച്ചാൽ ആ ഗുണം നമ്മളെ നയിക്കുന്നത് എവിടേക്കാണ്? മോക്ഷത്തിലേക്ക്. ഫ്രീഡ് ഫ്രം എന്ത്? ജനന മരണങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തും. ഇതറിയാണ്ട് പോകുന്നത് ഒരു വങ്കത്തരല്ലേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്ക് എന്തൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വീട്ടിൽ കാറുണ്ട്, കോപ്പുണ്ട്, പിന്നെ കളർ ടി വി ഉണ്ട്, AC ഉണ്ട്, PC ഉണ്ട്. ജ്ഞാനമില്ലെങ്കിൽ എന്ത് ചെയ്യും? അറിവില്ലെങ്കിൽ മറ്റുള്ളവരെ സമാധാനിപ്പിക്കാനും മറ്റുള്ളവരുടെ ശാന്തത കൈവരിക്കാനും നമ്മളെ കൊണ്ട് സാധിച്ചു എന്ന് വിചാരിച്ചാൽ അതിനേക്കാൾ വലിയൊരു എവറസ്റ്റിന് കയറാനില്ല. ശാന്തിയും സമാധാനവും സ്വയം ഉണ്ടാക്കുക, മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. അതായിരിക്കണം ജീവിത ലക്ഷ്യം. അപ്പോൾ പറയണു, കർമ്മയോഗത്തെ വിധിപ്രകാരം അനുഷ്ഠിച്ച ശേഷം രജോഗുണബാധയിൽ നിന്ന് വിട്ടിരിക്കുന്ന ജീവൻ സാത്വികമായ ബുദ്ധിയെ ആശ്രയിക്കും. സാത്വിക ബുദ്ധി എന്താ? മലയധ്വജൻ എന്നുള്ളത് സാത്വിക ബുദ്ധി. ഭക്തിപ്രധാനയായ ജീവൻ വൈദർഭി. ഒന്ന് മലയധ്വജൻ, ഒന്ന് വൈദർഭി. ഭക്തിയോഗത്തിൽ പ്രവേശിപ്പാനുള്ള യോഗ്യത ജീവനുണ്ടാകുമ്പോൾ സത്വഗുണപ്രധാനമായ ബുദ്ധിവൃത്തിയെ ജീവൻ ആശ്രയിക്കും എന്ന് സാരം. ഇത് വൺ ഓഫ് ദി നാരായ വേരാണ്. എന്തിൻ്റെ? സനാതനധർമ്മത്തിൻ്റെ. ഇങ്ങനെ ഭാഗവതത്തിൽ ഓരോ ശ്ലോകങ്ങളും ഒന്നിനോടൊന്ന് മെച്ചപ്പെട്ടിട്ടുള്ളതാണ്. ഇത് പഠിക്കാണ്ട് പോയി ഞാൻ അധ്യാപകനാണ് എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? അധ്യാപനം എന്തിനെയാണ് അധ്യയനം ചെയ്യേണ്ടത്? പരാഭക്തിയെ പറ്റിയിട്ട്. അത് എൻ്റെ നിങ്ങൾ റൈറ്റാണ്. പ്രത്യേകിച്ച് ഭാരതദേശത്ത് ജനിച്ച നമ്മൾ ശാന്തിയും സമാധാനവും ഇല്ലാണ്ട് പരക്കം പായ എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ നമ്മളെ നോക്കി മൂക്കത്ത് കൈവയ്ക്കും. കഷ്ടം. എന്തുണ്ടായിട്ട് എന്താ കാര്യം? 30ാമത്തെ ശ്ലോകം നോക്കിക്കോളൂ. തസ്യാം സജനയാം ചക്ര ആത്മജാം അസിതേക്ഷണാം യവീയസാ സപ്തസുതാൻ സപ്തദ്രവിഡഭൂഭൃതാം. അവൻ അവളിൽ കറുത്ത കണ്ണുകളോടുകൂടിയ, കറുത്ത കണ്ണിനാണ് ഭംഗി. പക്ഷെ ചിലവർക്ക് ബുദ്ധി ഇല്ലാത്തത് കാരണം വെള്ളാരം കണ്ണിനോടാണ് താല്പര്യം എന്ന് പറയും. അത് ശരിയല്ല. വെള്ളാരം കണ്ണല്ല, കറുത്ത കണ്ണ്. കൃഷ്ണാമണി കറുത്തിരിക്കണം. പറഞ്ഞ ശൈലേ. അപ്പോൾ പുത്രിയെ ജനിപ്പിച്ചു. കറുത്ത കണ്ണുകളോട് കൂടിയ പുത്രിയെ ജനിപ്പിച്ചു. കനിഷ്ഠന്മാരായിട്ട് 7 പുത്രന്മാരെയും ജനിപ്പിച്ചു. ആ 7 പേർ 7 ദ്രവിഡ ദേശങ്ങളെ ഭരിക്കുന്നവരായിരുന്നു എന്ന് പറഞ്ഞു. ഇനിയാണ് അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞത്. മലയധ്വജൻ വൈദർഭിയിൽ സുന്ദരിയായ ഒരു പുത്രിയെയും. അപ്പോൾ ഇവിടെ ഭാഗവതം സുന്ദരി എന്ന് വിളിക്കുന്നത് ആരേനെയാണ്? കറുത്ത കണ്ണുള്ളവളേനെ. അപ്പോൾ നമ്മൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്, ഞാൻ കറുത്തവളാണ്, എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല. അല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് 37 വയസ്സായി, എല്ലാവർക്കും ന്യൂജൻ ആൾക്കാരോടാണ് ഇഷ്ടം. ഇതെല്ലാം പോക്കിരുത്തരാണ്, ഒരു ജാതി ചീപ്പ് ആർഗ്യുമെൻസാണ്. ആരെ ഇഷ്ടപ്പെടുന്നു? മനസ്സിനെയാണ് ഇഷ്ടപ്പെടുക. അതായത് നല്ലൊരു മനസ്സിൻ്റെ ഉടമ, അത് നിഷ്കളങ്കമുള്ള കുട്ടികളാണെങ്കിലും ശരി, യുവാക്കളാണെങ്കിലും ശരി, യുവതികളാണെങ്കിലും ശരി, പ്രായം ചെന്നവരാണെങ്കിലും ശരി, ഇരുത്തം വരണം. ഈ ഇരുത്തം വരിക എന്നുള്ളത് ഒരു ഗ്രേസാണ്. ആരുടെ? ഗോഡ്സ് ഗ്രേസാണ് ഇരുത്തം വരിക. അപ്പോൾ അവളുടെ സഹോദരന്മാരായിട്ട് 7 പുത്രന്മാരെയും ജനിപ്പിച്ചു. ആ 7 പേർ ദ്രവിഡ ഭൂഭാഗങ്ങളിൽ 7 രാജ്യങ്ങളുടെ ഭരണാധികാരികളായും ഭവിച്ചു എന്ന് പറഞ്ഞു. ഇനി വേറൊരു ആശയമാണ് അതിൽ പറയുന്നത്. സത്വഗുണപ്രധാനനായ ബുദ്ധി ഉണ്ടായി വന്ന ഈ ബുദ്ധിയാണ് സാത്വിക ഗുണമുണ്ടത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. തമോ ഗുണവും രജോ ഗുണവും നമുക്ക് ഉപകാരം ചെയ്യില്ല, സത്വഗുണം മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ജീവാത്മാവിനെ വിദർഭ രാജാവായിട്ടും ആ രാജാവിനോട് ചേർന്ന ആ ജീവാത്മാവിൻ്റെ പരിശുദ്ധയായ ബുദ്ധിവൃത്തിയാകുന്ന ബുദ്ധിയാകുന്ന ബുദ്ധിയെ കല്യാണം ചെയ്തു. അതായത് ബുദ്ധി ഒന്നേ ഉള്ളൂ,
അത് നേർമയുള്ള ബുദ്ധിയായിരിക്കും വേണ്ടേ. എന്നിട്ട് മലയധ്വജ രാജാവിനെ ഗുരുവായിട്ടും കൽപ്പിച്ചു. ബുദ്ധിയിൽ സത്വഗുണം വർദ്ധിക്കുമ്പോൾ ഗുരുവിനെ ലഭിക്കും എന്ന് സാരം. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ തമാശ. എപ്പോഴാണ് നമ്മൾക്ക് ഗുരുകടാക്ഷം ഉണ്ടാവണത്? ബുദ്ധി, സാമാന്യ ബുദ്ധി സദ്ബുദ്ധിയാകുമ്പോൾ. അപ്പോൾ ഇനി അതിൻ്റെ ഭാവാർത്ഥത്തിലേക്ക് പോകണു. ഗുരുകടാക്ഷത്താൽ ബുദ്ധിയുടെ നോട്ടം നീലോൽപല ശ്യാമളനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ നേർക്കായി ഭവിക്കും. അല്ലെങ്കിൽ യെല്ലോ പേജസിൽ യുവ കോമളന്മാരുടെ അല്ലെങ്കിൽ യുവകോമാളിമാരെന്താ പറയുക, സ്ത്രീക്ക് എനിക്കറിയില്ല, യുവത്വമുള്ളവരുടെ ആണായാലും പെണ്ണായാലും അങ്ങനെ വിചാരിക്കുക. അപ്പോൾ ഈ യുവത്വം എന്നുള്ളത് നശിക്കണതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാനടക്കം, എൻ്റെ അച്ഛൻ അമ്മ അടക്കം എല്ലാവരുടെയും ഈ യുവത്വം അത് കുറച്ച് കാലമുള്ളതാണ്. ആ കുറച്ച് കാലമുള്ള സമയത്തിനെ നമ്മൾ വേണ്ട പോലെ സദ്ബുദ്ധിക്ക് അടിമപ്പെടുത്തിയാൽ എൻ്റയർ ലെങ്ത് ഓഫ് ദി ലൈഫ് നമ്മൾക്ക് നന്നാവും. ഇപ്പോൾ ഒരാളുടെ പ്രായത്തിൽ മാക്സിമം ഒരു 3, 2 +2 2 കൊല്ലമായിക്കോട്ടെ, പിന്നെ ഒരു ഡിഗ്രി, പിന്നെ ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ, ഇങ്ങനെ എല്ലാം കൂടി ഒരു 7 കൊല്ലമാണ് യുവത്വത്തിൻ്റെ പ്രൈമായിട്ട് നിൽക്കുക. അത് നമ്മൾ തുച്ഛമായ ശരീരസുഖത്തിന് വേണ്ടി മോശമാക്കിയാൽ, അങ്ങനെ പറയാം, എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ പറ്റുള്ളത്, മോശമാക്കിയാൽ ആജീവനാന്തം നമ്മൾ ദുഃഖിക്കേണ്ടി വരും. നേരെ മറിച്ച് ഈ 7 വർഷം തന്മയത്വത്തോടു കൂടി, ഉത്തരവാദിത്വത്തോടു കൂടി, കടമയും കടപ്പാടും കൂടി, തറവാടിൻ്റെയും അച്ഛനമ്മമാരുടെയും കുടുംബത്തിൻ്റെയും ശ്രേയസ് മനസ്സിൽ വെച്ച് ജീവിച്ചാലോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഹാറ്റ്സ് ഓഫ് ടു ദി പാരൻസ് നിഷ്കർഷയോടുകൂടി തൻ്റെ മക്കളെ വളർത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിജാത്യം, അതാണ് നമ്മൾ നിലനിർത്തേണ്ടത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉടനെ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം എന്ന ഭക്തിയുടെ 7 അംഗങ്ങൾ ആ ബുദ്ധിയിൽ പ്രകാശിക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടു ഫേസ്ബുക്കിൽ. എന്താ? ഭാഗവത കഥകൾ പറയാം. ഭാഗവത കഥകളിൽ കൂടി വ്യാസർ ഉദ്ദേശിച്ചിട്ടുള്ള തത്വസംഹിതകളെ പറഞ്ഞ് ശ്രോതാക്കളെ ബോധവാന്മാരാക്കിയിട്ടില്ലെങ്കിൽ ആ സമയം, എത്ര സമയം കഥ പറയാൻ മാത്രം ഉപയോഗിച്ചു, അത് പാഴായിട്ട് പോകും. ഞാനൊരു ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ എൻ്റെ സമയത്തിനെ പാഴാക്കരുത്. അതിനേക്കാൾ പണിഷബിളാണ് ഞാൻ ശ്രോതാക്കളുടെ സമയം പാഴാക്കുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ വാക്കിനെ കേൾക്കാൻ വേണ്ടി കാതോർത്ത് കൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ അവരർഹിക്കുന്ന നിലവാരത്തിൽ ഞാൻ സംസാരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് ആശ്രയദോഷം വരും. എത്ര ആൾക്കാരുടെ പഴി ഞാൻ കേൾക്കണം? അത്രയും ആൾക്കാരിൽ ദൈവചൈതന്യം ഉണ്ടല്ലോ. ദൈവചൈതന്യം ഇല്ലാത്ത ഒരാൾ ശ്രോതാവില്ലല്ലോ. അപ്പോൾ ആധ്യാത്മികതയിൽ എല്ലാവരും ഒരുപോലെയാണ്. എല്ലാവരിലും കോമൺ ആയിട്ടുള്ളത് ചൈതന്യമാണ്. ആ ചൈതന്യത്തിനെ നമ്മൾ ബഹുമാനിക്കണ്ടേ? നമ്മൾ ആരേനെ ചീറ്റ് ചെയ്യണത്? ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ ബുദ്ധിയിൽ പ്രകാശിക്കും 7 അംഗങ്ങൾ എന്നതിനെ 7 പുത്രന്മാരെ ജനിപ്പിക്കൂ എന്നതിൽ സൂചിപ്പിച്ചിരിക്കുന്നു. ഭക്തി പ്രാധാന്യം ദ്രാവിഡ ദേശങ്ങളിലായതുകൊണ്ട് ഈ 7 പേരെ ദ്രാവിഡാധിപന്മാരായിട്ടും കൽപ്പിച്ചതാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു പേജ് 600, പേജ് നമ്പർ 600, അത് നമ്മൾ എന്ത് ചെയ്യണം? വളരെയധികം ഇമ്പോർട്ടൻ്റോട് കൂടിയിട്ട് മനസ്സിലാക്കണം ഈ ഒരു ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥം. ഇനി 31ാമത്തെ ശ്ലോകം പറയുന്നു, ഏകൈകസ്യാഭവത്തേഷാം രാജന്നർബുദമർബുദം ഭോക്ഷ്യതേ യദ്വംശധരൈർമഹീമന്വന്തരം പരം. ഹേ രാജാവേ, അവരിൽ ഓരോരുത്തനും അസംഖ്യം പുത്രന്മാർ
ഇവിടെ അർബുദം എന്നാണ്. മലയാളത്തിൽ അർബുദം എന്ന് പറഞ്ഞാൽ ക്യാൻസർ എന്ന അർത്ഥം വരിക. ഇവിടെ അസംഖ്യം, സംഖ്യയില്ലാത്തത് എന്നാണ്, എണ്ണ തീരാത്തത്. അസംഖ്യം ഭവിച്ചു. അവരുടെ വംശധരന്മാരാൽ മന്വന്തരം, അവധിയായ കാലം, ഭൂമി അനുഭവിക്കപ്പെടുന്നു എന്ന് പറഞ്ഞു. അതിൻ്റെ ഭാവാർത്ഥം, അല്ലയോ രാജാവേ, ആ 7 പേരിൽ ഓരോരുത്തനും അസംഖ്യം പുത്രന്മാരുണ്ടായി. അവർ മന്വന്തരകാലം വരെ ഈ ഭൂമിയെ അനുഭവിച്ചു കൊണ്ടിരിക്കും. മാത്രമല്ല, ശ്രവണകീർത്തനാദി സമ്പ്രദായങ്ങൾ രുചിഭേദങ്ങളെ അനുസരിച്ച് ബഹുവിധങ്ങളായിത്തീരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണത്. ശ്രവണം, കീർത്തനം എന്നുള്ള സമ്പ്രദായം, മനനം എന്നുള്ളതൊക്കെ രുചിഭേദങ്ങളെ, ചിലവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അവർക്ക് മനനം ചെയ്യേണ്ട ആവശ്യമില്ല. മനനം ചെയ്യേണ്ടതാരാ? കേട്ടത് ശരിയാണോ തെറ്റാണോ എന്ന് നിർവചിക്കാൻ കഴിവില്ലാത്തവർ മനനം ചെയ്ത്, അതായത് ഈ ചെല്ലട എങ്ങനെ പ്രവർത്തിക്കണം, മുറം എങ്ങനെ ഉപയോഗിക്കണം, അതിനനുസരിച്ചിട്ട്. അപ്പോൾ ചെല്ലട ഉപയോഗിക്കുന്ന രീതിയിലല്ല മുറം ഉപയോഗിക്കുക, മുറം ഉപയോഗിക്കേണ്ട രീതിയിലല്ല ചെല്ലട ഉപയോഗിക്കുക. അപ്പോൾ ഇതിനൊക്കെ വിവേകം, വേർതിരിച്ച അറിവ് വേണം. ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾക്ക് ഉപയോഗിക്കാനും ബോൾ പെന്ന് കൊണ്ട് എഴുതുന്ന കൂട്ടത്തിലല്ല നിബ് ഉള്ള പെണ്ണുകൊണ്ട് എഴുതാം. ചില പെണ്ണൊന്ന് ചെരിച്ച് പിടിക്കണം, ചിലത് നേരെ പിടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ത്വരിത അറിയാനുള്ള ബുദ്ധിയുടെ കുശാഗ്രത എന്ന് പറയും. അതാണ് നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ഐറ്റം. എന്നാൽ അത് ബുദ്ധിയുള്ളവരെ മാത്രം ബഹുമാനിക്കാനാണോ? അല്ല, ബുദ്ധി ഇല്ലാത്തവരും മനുഷ്യന്മാരാണ്, സഹോദരന്മാരാണ്. അവരെ ബുദ്ധിയുടെ പ്രതലത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് ആചാര്യൻ്റെ കടമ. അപ്പോൾ എന്ത് കിട്ടും എന്നുള്ളതല്ല, എന്ത് കൊടുക്കാൻ സാധിക്കും. കിട്ടുന്നതൊക്കെ കടാണ്, കൊടുക്കുന്നതൊക്കെ ലാഭമാണ്. അങ്ങനെ നമ്മൾ വിചാരിക്കണം. അപ്പോൾ പറഞ്ഞു, ബഹുവിധങ്ങളായി തീർന്നു. ലോകത്തിലുള്ള അനേകം ഭക്തന്മാർ ശ്രവണകീർത്തനാദി വഴികളെ ആശ്രയിച്ച് സംസാര ബന്ധങ്ങളിൽ നിന്ന് മുക്തന്മാരായിട്ടുണ്ട് എന്ന് സാരം. അതായത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു പ്രമേയാണത്. ഇനി ഇതിൽ 28, 29 ശ്ലോകങ്ങളിലെ മുഖ്യ കഥാപാത്രമായ ജീവാത്മാവ് തന്നെയാണ് വൈദർഭിയായി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കരുണ ആരുടെ? ആഖ്യാനം എഴുതിയ ആളുടെ ഒരു കരുണയാണത്. കുറേ കൂടി അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എടുത്ത് പറയാണ്. എന്നിട്ട് പറയണു, രജസ്തമോ ഗുണങ്ങളെ ജയിച്ച് സത്വഗുണത്തിൽ ദൃഢമായിരിക്കുന്ന സാത്വികയെ ബുദ്ധി മലയധ്വജനെന്നും സ്പഷ്ടം. ഗുരുഭാവം രംഗപ്രവേശം ചെയ്യുന്നത് 32-ാം ശ്ലോകത്തിൽ ഇത്മവാഹനത്തിൽ കൂടിയാണ്. അതിന് വരാൻ പോകുന്ന ശ്ലോകത്തിൽ 32 ഇത്മവാഹൻ എന്ന് പറഞ്ഞാൽ ഇന്ധനം, വിറക് കൊണ്ടുവരുന്നവെന്ന് അർത്ഥം പറയാം. അപ്പോൾ അധ്യാത്മപക്ഷത്തിൽ കഥയിൽ ശരീരത്തെ പുരമായി കൽപ്പിച്ചത് കാരണം രാജസിംഹസ്യ വേഷ്മനി എന്നത് വിദർഭരാജ ശരീരത്തിൽ എന്ന് വ്യാഖ്യാനിക്കാം. അപ്പോൾ ആ ഉത്കൃഷ്ട ശരീരത്തിൽ വൈദർഭി എന്ന ജീവാത്മാവും മലയധ്വജൻ എന്ന സ്വാത്വികീ ബുദ്ധിയും ഒത്തുചേർന്നു എന്ന് വരും. ഇതിൽ അനൗചിത്യമൊന്നും കാണുന്നില്ലെങ്കിലും പൗരാണിക പക്ഷത്തിൽ വിദർഭ രാജാവ് വൈദർഭി, അതായത് ലോപമുദ്ര, മലയധ്വജൻ, ഇനി വരാൻ പോകുന്ന ധൃതവ്രത, അഗസ്ത്യൻ, ഇത്മവാഹൻ എന്നിവരെല്ലാം വ്യത്യസ്ത കഥാപാത്രങ്ങളായതുകൊണ്ട് കാരണം തുടർന്നുള്ള വ്യാഖ്യാനം ക്ലിഷ്ടമായും എന്നതുകൊണ്ടായിരിക്കാം ഭാഗവതാചാര്യന്മാർ പൊതുവെ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ വിമുഖരായത്, ഇഷ്ടപ്പെടാത്തത്. 2 അതെന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ, സംഖ്യവും ആത്മനിവേദനവും ജ്ഞാനോദയത്തോടെ മാത്രം കൈവരുന്നത് കൊണ്ട്, ജ്ഞാനം ഉണ്ട്, അത് ഉദയം ചെയ്യണം. എവിടെ? മനസ്സിൽ.
അപ്പം മനസ്സിന് അച്ചടക്കമുള്ളതായി തീരും. ഇപ്പം മനസ്സ് അച്ചടക്കമല്ലാതെ കണ്ടായി തീരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഒരു ഉദാഹരണം, മുഖ്യമന്ത്രിയെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ ഗവർണറെ പ്രതിരോധിക്കുക, ടു വാട്ട് എക്സ്റ്റെൻറ്റ് അല്ലേ? ഞാനൊരു ആനുകാലിക പ്രസിദ്ധമായ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം, രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത്. പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈസ് പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അവരുടെ പദവി എന്താണ്? ഒരു സാധാരണക്കാരൻ അവരെ ചളിവാരി തേക്കാൻ പാടുമോ? നമ്മൾക്ക് വിമർശന ബുദ്ധി, വിമർശനത്തിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കേണ്ട ഒരു കുട്ടി പ്രിൻസിപ്പാളിനെ ഗരാവോ ചെയ്യാന്ന് പറഞ്ഞാലത്തെ സ്ഥിതി എന്താ? അതിപ്പോൾ ഏത് പാർട്ടിയാണെങ്കിലും ശരി, ഏത് പാർട്ടിയാണെങ്കിലും ശരി, സ്വന്തം അച്ഛനെ അമ്മേനെ ഗരാവോ ചെയ്യുക, മൂത്രമൊഴിക്കാനും കക്കൂസ് പോകാനും സമ്മതിക്കാതെ കണ്ട് വിശ്രമിക്കേണ്ട സമയത്ത് ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യുക. ആലോചിച്ച് നോക്കൂ. അതിന് പ്രാപ്തിയാക്കിയിട്ടില്ല, നമ്മളെ ഓരോ കർമ്മത്തിനും പ്രാപ്തിയാക്കിയിട്ടുള്ള സ്വന്തം അച്ഛനമ്മമാരോട്, ഭാര്യയോട്, ഭർത്താവിനോട്, കുട്ടികളോട് എന്ത് ഉത്തരവാദിത്തമാണ് നമ്മൾക്കുള്ളത് എന്ന് ഭാഗവതം വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു കൈവരുന്നത് കൊണ്ട് ഇവയെ 62-ാം ശ്ലോകത്തിൽ സന്ദർഭോചിതമായി പ്രതിപാദിച്ചിരിക്കുന്നു. കാരണം ഇവിടെ 10-32 ശ്ലോകങ്ങളെ കൊണ്ടാണ് ഇനി വർണ്ണിക്കാൻ പോണതെന്ന് പറഞ്ഞു. അപ്പോഴല്ലേ 62-ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ. ഇനി നമുക്ക് 32-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അഗസ്ത്യ പ്രാഗ്ദുഹിതരം ഉപയേമേ ധൃതവ്രതാം യസ്യാം ദൃഢച്യുതോ ജാത ഇത്മവാഹാത്മജോ മുനി. ഈ ശ്ലോകത്തിൻ്റെ വാക്കാർത്ഥം എന്താ? ധൃതമായ വ്രതത്തോടുകൂടിയ ആദ്യത്തെ പുത്രിയെ അഗസ്ത്യൻ വിവാഹം ചെയ്തു. യാതൊരുവളിൽ ഇത്മവാഹനാകുന്ന പുത്രനോടുകൂടിയവനും ദൃഢച്യുതൻ, അച്യുതനിൽ ദൃഢതയുള്ളവനും പേരുള്ളവനുമായ മുനി ജനിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞു. മലയധ്വജൻ്റെ 1-ാമത്തെ പുത്രിക്ക് ധൃതവ്രതൻ എന്നു പേർ. എല്ലാ പേരുകളും ഒബ്ജക്റ്റീവ്സാണ് എന്നുള്ളത് നമ്മൾ മറക്കാനും പാടില്ല. അവളെ അഗസ്ത്യമുനി കല്യാണം കഴിച്ചു. അവളിൽ ദൃഢച്യുതൻ. അപ്പോൾ ദൃഢമായ വ്രതങ്ങളുണ്ടെങ്കിലേ അച്യുതനെ പ്രാപിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കഥാഗോളത്തെ നമ്മൾ വിസ്മരിക്കരുത്. അത് വിനയത്തോടുകൂടി സ്മരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ വാക്കുകളുടെ ഔചിത്യം നമ്മൾ മനസ്സിലാക്കും വേണം. അതുകൊണ്ട് എന്നു പേരായ മുനിയും അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ട് ഇത്മവാഹൻ എന്ന മുനിയും ജനിച്ചു. അപ്പോൾ ദൃഢവ്രതനായിട്ടുള്ള ഒരാൾക്കാണ് ദൃഢവ്രതനാണ് ദൃഢച്യുതനെ അറിയാൻ പറ്റുള്ളൂ. ദൃഢമായിട്ടുള്ള വിവേകം കൊണ്ട് അച്യുതനെ മനസ്സിലാക്കണമെങ്കിൽ അവൻ ആരായിരിക്കണം? ഇത്മവാഹനായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ധനത്തെ കൊടുക്കാൻ സാധിക്കണം. ഇവിടെ എന്താ ഇന്ധനം? ശരീരത്തിൻ്റെ ഇന്ധനം പ്രാണനാണ്. ആ പ്രാണൻ നിലനിൽക്കുമ്പോൾ മോക്ഷത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ആ ജന്മം പാഴായി. അതിൻ്റെ കുരുത്തക്കേട് ആർക്ക് കൂടി അനുഭവിക്കേണ്ടി വരും? സ്വന്തം അച്ഛനമ്മമാർക്ക് അല്ലേ? ആലോചിച്ച് നോക്കൂ. ഒരു മകൻ അല്ലെങ്കിൽ ഒരു മകള് രാഷ്ട്രബോധത്തോടുകൂടി രാഷ്ട്രത്തിൻ്റെ പുരോഗമനത്തിന് വേണ്ടി പരിശ്രമിക്കാൻ സാധിക്കുന്ന ഒരാളായി തീർന്നാൽ അവരുടെ അച്ഛനമ്മമാർക്ക് കിട്ടുന്ന അപ്ലോസ് ആലോചിച്ച് നോക്കൂ. അവരുടെ കുട്ടികൾക്ക്, അവരുടെ സ്പൗസിന്. ഇനി പറയണു, അംഗങ്ങൾ സ്വതേ ശമനശക്തിയില്ലാതിരിക്കുന്ന ദേഹം, അംഗങ്ങൾ സ്വതേ ഗമനശക്തി, കയ്യിനും കാലിനും പോകാൻ പറ്റുമോ? കാലുകൊണ്ട് ശരീരം പോവാമെന്നല്ലാണ്ട് ശരീരത്തിലുള്ള കൈകളെ കൊണ്ട് പോകാൻ പറ്റില്ല. ശരീരത്തിലുള്ള കൈകളെ കൊണ്ട് വാരിപ്പുണരാം, പക്ഷേ കൈകൾ ചെയ്യുന്നത് എഴുത്ത് അത് കാലുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. കൈകളില്ലാത്തവർ എഴുതുന്നുണ്ട്, അത് വേറെ കാര്യം. എല്ലാറ്റിലും എക്സെപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ദ്രിയങ്ങൾ മുതലായ ജഡവർഗങ്ങളെ സംഘമാക്കുന്നു, ദേഹേന്ദ്രിയാദികളെ യോജിപ്പിച്ച് പ്രവൃത്തി നടത്തുന്നു എന്നുള്ളത് അഗസ്ത്യ ശബ്ദത്താൽ മനസ്സ് എന്ന് സിദ്ധിച്ചു.
അഗസ്ത്യ എന്നുള്ള ശബ്ദത്തിൻ്റെ വിശേഷാർത്ഥം മനസ്സ് എന്നാണ്. മനസ്സാണ് കൈകൊണ്ട് ആരെ തല്ലണം, ആരെ തലോടണം, ആരെ ചവിട്ടണം, ആരെ ചവിട്ടി ഒഴിയണം, എവിടെ നടക്കണം, എവിടെ ചാടണം എന്നൊക്കെ കാലിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ആരാ? മനസ്സിനെ. ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ വ്യാപാര മേഖലയെയും നിയന്ത്രിക്കുന്നത് മനസ്സാണെങ്കിൽ ആ മനസ്സാണ് കള്ളത്തരം ചെയ്യാനും നന്മ ചെയ്യാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും വിലയുള്ള ആ മനസ്സിനെ ഈശ്വരപാദാരവിന്ദത്തിൽ വെച്ച് നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ ആ മനസ്സിലെ സാത്വികി ബുദ്ധി മാത്രമേ വളരാൻ പാടുള്ളൂ. സാത്വികി ആയിരിക്കുന്നതിന് എതിരായിട്ടുള്ളത് ഒന്നും വില പോവില്ല. അതുകൊണ്ട് മനസ്സിന് ഭഗവത് കഥാശ്രവണാദികളിൽ രുചി ജനിച്ചുവെന്ന് സാരം. അപ്പോൾ ദൃഢങ്ങൾ നാശരഹിതങ്ങളായ ബ്രഹ്മലോകാദി ഭോഗസുഖങ്ങളിൽ നിന്നും വിരക്തി ഉണ്ടായി. ച്യുതി, അതാണ് ദൃഢച്യുതൻ എന്ന് പറഞ്ഞത്. ദൃഢമായ ച്യുതിരഹിതൻ, അച്യുതൻ എന്നാണ് പറഞ്ഞത്, ഉണ്ടായി എന്നാണ്. ദൃഢച്യുതൻ പുത്രനായി എന്ന് പറഞ്ഞതിൻ്റെ സാരം ശ്രവണാഭിരുചി വർദ്ധിച്ച് വിഷയവൈരാഗ്യം ജനിച്ചു എന്നാണ്. എല്ലാം എന്നാണ് പറയണത്. അപ്പോൾ ഗുരുവിനെ സേവിപ്പാനുള്ള ആസക്തി അധികരിച്ചുവെന്ന് കാണിപ്പാൻ ദൃഢച്യുതന് യിത്മവാഹൻ പുത്രനായി എന്ന് വർണ്ണിച്ചു. യിത്മം എന്ന് പറഞ്ഞാൽ സമിത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോമം ചെയ്യാൻ ഉപയോഗിക്കുന്ന ചമത കത്തുണ്ട്. എന്നാൽ ചമത തൊട്ടാൽ നമ്മൾക്ക് കൈ പൊള്ളോ? ഇല്ല. വിറകിൽ ഇന്ധനമുണ്ട്, പക്ഷേ ഇന്ധനം അഗ്നിയോടുകൂടി ചേർന്നാലേ അതിന് വിലയുള്ളൂ, അല്ലേ? കൈ പൊള്ളുള്ളൂ. അതുകൊണ്ടാണ് യാഗത്തിനുള്ള വിറക് പൂജാസാധനം എന്ന് സാരം. അതിനെ വഹിക്കുന്നവൻ യിത്മവാഹൻ, പൂജാദ്രവ്യങ്ങളോടുകൂടെ ഗുരുസന്നിധിയിൽ പ്രവേശിക്കുന്നവൻ എന്ന് അവയവാർത്ഥത്താൽ സിദ്ധിച്ചതുകൊണ്ട് ലഭിച്ച സാരം എന്തെന്നാൽ വൈരാഗ്യത്താൽ ഗുരുസേവയും തന്നിമിത്തം നിരന്തര ഭഗവത് ഭജനവും മുടക്കം കൂടാതെ സാധിച്ചു എന്ന് സാരം. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്നുകൂടി സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.